ഇഷ്ടപ്പെട്ടത് ഷമീദിലേനാണ് പൃഥ്വിരാജിനെക്കാട്ടും കൂടുതൽ. സച്ചിയുടെ ലെവലിലേക്ക് എന്തായാലും വരാൻ പറ്റത്തില്ല. പക്ഷെ പുള്ളിയുടെ മാസുണ്ട്. കൊമേഴ്ഷ്യൽ പരിപാടിയിലാണ് പിടിച്ചേക്കുന്നത്. ഇനി സെക്കൻഡ് ഹാഫിലാണ് മെയിൻ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളെല്ലാം സെക്കൻഡ് ഹാഫിൽ വരുന്നതുകൊണ്ട് സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് ഹാഫ് കണ്ടിടത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, രസമുണ്ട്. ഡ്യൂറേഷൻ പടം 3 മണിക്കൂർ എടുത്തുണ്ടല്ലോ. ഫസ്റ്റ് ഹാഫിന് അതിൻ്റെതായിട്ടുള്ള ലെങ്ത് ഉണ്ടാകുന്നത് എൻഗേജിങ് ആണ്. പടം എൻഗേജിങ്. ആക്ഷൻ രസമായിട്ടുണ്ട്. ചേസിങ് പരിപാടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വേലായുധ ബുദ്ധിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. റെയറസ്റ്റ് ആണ് അങ്ങനത്തെ സാധനങ്ങൾ. സച്ചിയുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സച്ചിയുടെ ലെവലിലേക്ക് എന്തായാലും വരാൻ പറ്റത്തില്ല. പക്ഷെ പുള്ളിയുടെ അസിസ്റ്റന്റ് അല്ലേ, സോ അതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൃഥ്വിരാജിന്റെ ഒരു ഔട്ട്ലുക്ക് തന്നെയാണ്. വ്യത്യസ്തമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പുഷ്പയുടെ ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യം എന്താ, ഒരിക്കലും കമ്പയർ ചെയ്യേണ്ടത് മലയാള സിനിമയാണ്. മലയാളത്തിന്റെ രീതിയിൽ ആളുകൾ ചിലർ പുഷ്പയുടെ കമ്പയർ ചെയ്യേണ്ട. മലയാളം മൂവിയായിട്ട് നോക്കുവാണെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവിയാണ്. ഗംഭീരമായിട്ടുള്ള ഒരു രീതിയിൽ എടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നല്ല എൻഗേജ്ഡാണ്. 3 മണിക്കൂറിനടുത്ത് സിനിമയുണ്ട്. പക്ഷെ 3 മണിക്കൂർ ഈ ഫസ്റ്റ് ഹാഫ് പോയി ഞാൻ അറിഞ്ഞില്ല. അത് നല്ല രീതിയിലുണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ മൂവിയാണ്. ഒരു രക്ഷയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഷമീദിലേനാണ് പൃഥ്വിരാജിനെക്കാട്ടും കൂടുതൽ. എന്തായാലും ഇതുവരെ പടം വെറുപ്പിച്ചിട്ടില്ല. എന്തായാലും അടിപൊളി മാസാണ്. കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ അല്ലേ. സ്റ്റോറി ബേസ്ഡ് നോക്കുകയാണെങ്കിൽ സ്റ്റോറി ഞാൻ വായിച്ചിട്ടില്ല, ദൃശ്യം വായിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, രസമുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ലെങ്ത് കൂടുതലായിട്ട് തോന്നി. ഈ സീൻ ബൈ സീനൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടുന്ന നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ പൃഥ്വിരാജിന്റെ ഒരു ക്യാരക്ടർ അത്യാവശ്യം പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പൂർണ്ണതയിലോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു തോന്നൽ. നോവലാണല്ലോ, നോവലിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഇത് എടുത്തിരിക്കുന്നത്. എനിക്ക് സച്ചി എടുത്തിരുന്ന കുറച്ചുകൂടെ നന്നായിട്ട് വന്നേനെ തോന്നുന്നു. മാസ് ചില സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് അങ്ങോട്ടൊരു ഇതാകുന്നില്ല. ഒരു മാസ് സീനൊക്കെ വന്നിട്ടെ നമുക്ക് അങ്ങോട്ടൊരു പഞ്ച് കിട്ടുന്നില്ല. ചിലപ്പോൾ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അപ്പാവും തോന്നുന്നു. നായിക കൊള്ളാം, പക്ഷെ ഇച്ചിരി ഓവറായിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ ഇതിനകത്ത് ഷമീദിലായിട്ട് റോളുണ്ട്. പുള്ളിക്കാരൻ നല്ല ഇടുവായിട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് അപ്പാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ലെങ്ത് കൂടുതലാണ്. 3 മണിക്കൂറുണ്ടല്ലോ സിനിമ. അത് 3 മണിക്കൂർ കൊണ്ട് എങ്ങനെ ആവുമെന്നുള്ളത് ഇതുവരെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പം പ്ലോട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ ഹാഫ് വരെ ഇന്റർവെൽ വരെ. ഇപ്പം അതുവരെ കൊള്ളാം. ഇപ്പൊ 2 ക്യാരക്ടേഴ്സിന്റെ ആ ഒരു ഡെവലപ്മെന്റ് ഇങ്ങനെ വന്നിരിക്കും. ഇനിയാണ് ആക്ച്വലി പ്ലോട്ട് തുടങ്ങുന്നത്. അതാ പറഞ്ഞ അത് പ്ലോട്ട് തുടങ്ങിയിട്ടില്ല. ഇതുവരെ പ്ലോട്ടും ക്യാരക്ടറും സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ്